BBയിൽ ഏറ്റവും ഭംഗിയായി നടക്കാറുള്ള ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക്. എന്നാൽ ഈ സീസണിൽ അത് വളരെ മോശമായാണ് മത്സരാർത്ഥികൾ പൂർത്തിയാക്കിയത്. അത് ബിഗ് ബോസ് തന്നെ മത്സരാർത്ഥികളോട് പറയുകയും ചെയ്തു. ഒരു തരത്തിലും ഒരു ഹോട്ടൽ എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ മോശമായിട്ടുള്ള പ്രകടനങ്ങളാണ് സംഭവിച്ചത്. ആ ടാസ്കിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇത്രയും മോശമാക്കിയത് പവർ ടീം തന്നെയാണ്. അത് കഴിഞ്ഞ് ഹോട്ടൽ ടാസ്ക് പൂർത്തിയായതോടെ ജയിൽ നോമിനേഷനിലെ പേരിൽ പവർ ടീം നിർദ്ദേശിച്ചത് ജാസ്മിൻ്റെ പേരായിരുന്നു. ഹോട്ടൽ ടാസ്കിനിടെ നടന്ന റസ്മിനുമായുള്ള വഴക്കം, ഗ്യാസ് ഓഫ് ചെയ്തതും പവർ ടീം അംഗങ്ങളെ ചീത്ത വിളിച്ചു എന്നതുമാണ് കാരണമായി പവർ ടീം പറഞ്ഞത്. ശേഷം മറ്റുള്ള അംഗങ്ങളെല്ലാം ചേർന്ന് ഋഷിയെയും ജയിൽ ശിക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ഹോട്ടൽ ടാസ്കിനിടെ മോശമായി പെരുമാറി എന്നതായിരുന്നു കാരണം. ജാസ്മിൻ്റെ പേര് പവർ ടീമിനെ പ്രതിനിധീകരിച്ച് റസ്മിനാണ് പറഞ്ഞത്. അതോടെ ജാസ്മിൻ രോക്ഷത്തോടെ സംസാരിച്ചു തുടങ്ങി. ഒന്നും തള്ളം അനുഭവിച്ചതും വേദനിച്ചതും തനിക്കാണെന്നും ആ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തുവെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നുമാണ് ജാസ്മിൻ പ്രതികരിച്ചത്. അൻസിബ, അഭിഷേക് തുടങ്ങിയവരാണ് ജാസ്മിൻ്റെ പേര് പറഞ്ഞത്. നിർദ്ദേശം വന്നപ്പോൾ തന്നെ നോറ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പവർ ടീമിൽ മറ്റുള്ളവർ ജാസ്മിൻ എന്ന പേരിൽ ഉറച്ചു നിന്നതോടെ നോറയ്ക്ക് എതിർക്കാൻ പറ്റാതെയായി. നോമിനേഷന് ശേഷം ജാസ്മിനോട് മാപ്പ് ചോദിക്കാൻ നോറ എത്തിയെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ ജാസ്മിൻ എഴുന്നേറ്റ് പോയി. അതോടെ നോറ കരയാനും തുടങ്ങി. ജാസ്മിൻ്റെ പേര് പറഞ്ഞതിന് റസ്മിനെ പിന്നീട് നോറ ശകാരിക്കുകയും ചെയ്തു. ജയിൽ നോമിനേഷൻ വീഡിയോ വൈറലായതോടെ ജാസ്മിൻ ജയിൽ നോമിനേഷനിൽ കൊണ്ടുവന്നതിൽ നിരവധി പ്രേക്ഷകരാണ് എതിർപ്പ് പ്രകടിപ്പിച്ച് കമൻ്റ് ഇട്ടിരിക്കുന്നത്. ജിൻഡോയെ ജയിലിലേക്ക് വിടണമെന്നായിരുന്നു നോറയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നത്. ഈ ഹൗസിൽ വന്നതിന് ശേഷം ആദ്യ ദിവസം മുതലേ ശത്രുക്കളായവരാണ് നോറയും ജിൻഡയും. പവർ റൂമിൻ്റെ അൺഫെയർ ഡിസിഷനാണ് ജാസ്മിനെ സെലക്ട് ചെയ്തത്. ജയിൽ നോമിനേഷൻ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.